വാർത്തകളിലേക്ക് വിശദമായി പോകാം. സിപിഎം ബന്ധം ഉപേക്ഷിക്കാൻ ജി സുധാകരൻ. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സുധാകരന്റെ നീക്കം. അമ്പലപ്പുഴയിൽ വിസ്മയം. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ. പക്ഷേ പാർട്ടി പരിപാടിയും പ്രത്യയശാസ്ത്രവും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ആരുടെയും പിന്തുണയ്ക്ക് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നപ്ര പറവൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നെപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും ഞാൻ സംസാരിച്ചിട്ടില്ല. 15-ാം വയസ്സിൽ ഞാൻ പാർട്ടിയിൽ ചേർന്നതാണ്. 2002 വരെ ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനായിരുന്നു. ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ പാർട്ടിയിൽ ചേർന്നത്. ഇപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അതും ആരും നിർബന്ധിച്ചിട്ടല്ല. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടിയെ അധിക്ഷേപിക്കില്ല. പാർട്ടി പരിപാടിയും പ്രത്യയശാസ്ത്രവും ഉപേക്ഷിക്കുകയുമില്ല. പാർട്ടിയിലെ പലരും എന്നെപ്പറ്റി പലതും പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെപ്പറ്റി പോലും പറഞ്ഞു. ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജോലി നൽകി. അങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയാണോ? ഇനിയും അത് തുടർന്നാൽ മാന്യമായി തിരിച്ചടിക്കും. പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നു. ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട്. അല്ലാതെ റോസാപ്പ് വിരിച്ച പാതയിലൂടെയല്ല നടന്ന് ഇതുവരെ എത്തിയത്. ഞാൻ വിമർശനങ്ങൾക്ക് കീഴടങ്ങുകയില്ല. പാർട്ടി രീതി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. MLAയും മന്ത്രിയുമായി ഇനി എന്താ അയാൾക്ക് വേണ്ടതെന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. മരിക്കുന്നത് വരെ ലെനിൻ റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. മാവോയും കാസ്ട്രോയും അധികാരത്തിലിരുന്നു. അവരോട് താഴെ ഇറങ്ങാൻ ആരെങ്കിലും പറഞ്ഞു? അമ്പലപ്പുഴ ഭൂരിപക്ഷം കുറഞ്ഞതിന് എനിക്കെതിരെ ഇളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ ഞാൻ കാര്യം വിശദീകരിച്ചു. അവർ വായിച്ചു നോക്കിയില്ല. കരീമിൻ്റെ റിപ്പോർട്ടിൽ എൻ്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെയുള്ളവർ ആരും എൻ്റെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാം. എന്തടിസ്ഥാനത്തിലാണ് കരീം റിപ്പോർട്ട് എഴുതിയത്? കള്ള റിപ്പോർട്ടല്ലേ അത്? എന്തായാലും ജി സുധാകരൻ്റെ പ്രസ്താവനയാണ് നമ്മൾ വായിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞതിനിടയ്ക്ക് ചില വാക്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വരികൾക്കിടയിൽ കൂടെ വായിക്കേണ്ടത്. ഞാൻ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജോലി നൽകിയെന്ന് പറഞ്ഞത് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും DFIക്കാരും SFIക്കാരും ആയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു അഴിമതിയും നടത്തിയില്ലെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയെ SFIയുടെ താവളമാക്കി നശിപ്പിച്ച നരാധമനാണ് ഈ ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ സംരക്ഷിക്കാൻ നടക്കുന്ന AS ശശികുമാർ സാറിനെ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിക്കാർക്ക് ഇത് നല്ലവണ്ണം അറിയാമെന്നുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹം ആ ഒരു കേരള യൂണിവേഴ്സിറ്റി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ നശിപ്പിച്ചതിൻ്റെ ശാപമാണ് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരാന്തയിൽ കിടക്കുന്നത്. നന്ദി, നമസ്കാരം.